കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാവിലെ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം ഒന്നിച്ച് ദൈവവചനം പങ്കുവെക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും സന്തോഷവും സുഖവുമായി ദൈവസന്നിധിയിലായിരിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ദിവസവും നിങ്ങൾ ദൈവവചനം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാത്രമല്ല, മറ്റുള്ളവർക്ക് ഇത് പങ്കുവെച്ചു കൊടുക്കുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അതിന് ഒരു ലാഭേച്ഛ നോക്കാതെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരുടെ അടുക്കലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷകരമായ അനുഭവമാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സൗഖ്യവും ആരോഗ്യവും വിടുതലും ഉണ്ടാകട്ടെ. സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് ഒരു ദൈവിക അത്ഭുതത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിനു സ്തോത്രം. അതിന് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ 5-ാം അധ്യായത്തിൽ നിന്നാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ദൈവത്തിനു സ്തോത്രം. 3-ാമത്തെ വാക്യം, ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ദൈവത്തിനു സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ വളരെ ഗൗരവമായ നിലയിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി അനേക വേദികൾ കർത്താവ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൽ ഇതുവരെയും വെള്ളത്തിൽ സ്റ്റേജ് ഇടാത്ത, ദൈവത്തിനു സ്തോത്രം, അല്ലെങ്കിൽ വെള്ളത്തിൽ സ്റ്റേജ് സംവിധാനം ചെയ്ത് ദൈവവചനം പ്രസംഗിച്ച ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. ഇപ്പോൾ എല്ലാവരും പടകും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ചെറിയ തോണിയൊക്കെ ആയി പോയി ആറിൻ്റെ ഓരങ്ങളിലുള്ള വീടുകളോടൊക്കെ സുവിശേഷം പറയുന്നുണ്ട്. ബോട്ടുകളിലൊക്കെ പിടിച്ച് പോയി സുവിശേഷം പറയുന്നുണ്ട്. ദൈവത്തിന് അന്ന് തൻ്റെ അടുക്കൽ വന്ന ജനത്തോട് ദൈവവചനം പങ്കുവെക്കുവാൻ വേണ്ടി ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ എല്ലാവരെയും സംബോധന ചെയ്യുവാനുള്ള, എല്ലാവരെയും ഫേസ് ചെയ്യുവാനായിട്ടുള്ള ഒരിടം വേണമായിരുന്നു. അതുകൊണ്ട് പത്രോസിൻ്റെ പടക് അതിന് തിരഞ്ഞെടുക്കുകയാണ്. പത്രോസിനെ ഇതിനു മുമ്പ് കർത്താവ് വിളിച്ചിരുന്നു. പക്ഷെ പത്രോസ് പൂർണ്ണമായി കർത്താവിനെ പിൻപറ്റുവാനിടയായില്ല. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 1-ാം അധ്യായം 40-41 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പത്രോസിനെ യേശു വിളിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ വിളി യിൽ കൂടെ പത്രോസ് യേശുവിനെ പിൻപറ്റുവാൻ തയ്യാറായില്ല. പിന്നെയും പത്രോസിനെ ദൈവം കാണുകയാണ്. കാരണം അവനിലുള്ള ചില സമർപ്പണകരമായ അനുഭവങ്ങൾ കർത്താവ് കണ്ടു. അങ്ങനെയുള്ളവരെയാണ് കർത്താവിന് ആവശ്യമുള്ളത്. ദൈവത്തിനു സ്തോത്രം. പത്രോസ് തൻ്റെ പടകും വലയുമായി കരയോടടുത്ത് വന്ന് കഴിഞ്ഞ രാത്രിയിലെ മീൻപിടുത്തത്തിൻ്റെ യാത്രയുടെ ക്ഷീണവും രാത്രി മുഴുവനുള്ള അലച്ചിലുകളും, തൻ്റെ ശരീരത്തിന് വളരെ ക്ഷീണമുണ്ടെങ്കിലും ആ വല കഴുകി വൃത്തിയാക്കി അടുത്ത ദിവസത്തേക്കിന് പോകാനുള്ള ഒരു ക്രമീകരണത്തിനു വേണ്ടി നിരാശ ഉള്ളിലുണ്ട്, ഒന്നും കിട്ടിയില്ല എന്നുള്ള ഒരു ഭാരമുണ്ട്. എങ്കിലും വല കഴുകുകയായിരുന്നു. അവിടെ പത്രോസിന്റെ പടകിലേക്ക് യേശു പ്രവേശിക്കുകയാണ്. പത്രോസിന്റെ പടകിൽ യേശു കയറി പത്രോസിനോട് പറയുകയാണ്, ഈ പടക് അല്പമൊന്ന് മുൻപോട്ട് നീക്കണം.
എന്ന് പറഞ്ഞ പടക് അല്പം കരയിൽ നിന്ന് അല്പം മുന്നോട്ട് നീക്കുവാൻ ഇടയായി. കരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പടകായിരുന്നു. കാരണം വല കഴുകാൻ വേണ്ടിയുള്ള ക്രമീകരണമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സ്തോത്രം. കരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പടക്, ദൈവത്തിന് സ്തോത്രം, ഒന്ന് അത് സുരക്ഷിതമായ തലവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. രണ്ട്, ലോകവുമായിട്ടുള്ള ബന്ധത്തെ അതിന് കണക്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കരയിലുമല്ല വെള്ളത്തിലുമല്ലാത്ത നിലയിൽ എന്ത് ചെയ്യുക, നിൽക്കുക. ചിലർ പ്രാർത്ഥനയ്ക്ക് പോവുകയും മറ്റു പല ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇവിടെ കരയുമായിട്ടുള്ള ബന്ധം വിട്ട പടകിനെയാണ് കർത്താവ് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മളെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, സ്തോത്രം, നാം കരയുമായിട്ടുള്ള ബന്ധം വിടുക എന്ന് പറഞ്ഞാൽ ഈ ലോകവുമായിട്ടുള്ള ബന്ധം അതിൽ ഇണങ്ങിച്ചേർന്നുകൊണ്ട് നിനക്ക് മുൻപോട്ട് പോകാനായിട്ട് ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ പറ്റുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ ഇണങ്ങിച്ചേർന്ന് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ തുടരുവാൻ പറ്റുകയില്ല. അത് കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ പുറമെ ഭക്തരാണെന്ന് സമൂഹത്തെ വെളിപ്പെടുത്തുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലൊരു വെള്ള ഷർട്ട് ഇട്ടാൽ, അല്ലെങ്കിൽ നന്നായി കണ്ണുകൾ അടച്ച് കൈയടിച്ചൊന്ന് ആത്മാർത്ഥമായി ആരാധിച്ചാൽ, നല്ല ബാസുള്ള സ്വരത്തോടെ വാക്ചാതുര്യത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നീ വലിയ ആത്മീകതയുള്ള ആളാണെന്ന് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. ഹല്ലേലൂയ. പക്ഷേ ഹൃദയത്തിന്റെ നനവുകളെയും ചിന്തകളെയും അറിയുന്ന ദൈവത്തിന് നിന്റെ ഹൃദയ വിചാരങ്ങളെ അറിയാം, നിന്റെ ജീവിത രീതികളെ എൻ്റെ കർത്താവിന് അറിയാം. അത് മറന്നു പോകരുത്. കാരണം അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പാകെയാണ് നീ നിൽക്കുന്നത് എന്ന് മറന്നു പോകരുത്. 139 സങ്കീർത്തനം എന്താ പറയുന്നത്? ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു. ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെ നിന്റെ കൈയുണ്ട്. ഹല്ലേലൂയ. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയും നിന്റെ കൈയുണ്ട്. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ കൈയോ ദൈവത്തിന്റെ കണ്ണോ എത്താത്ത ഒരു മേഖലയും ഇല്ലെന്ന് ഇന്ന് രാവിലെ സമയത്ത് മറന്നു പോകരുത്. അതുകൊണ്ട് കരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പടകിനെ കർത്താവ് കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് ശൂന്യമായ പടകും ശൂന്യമായ ആ വലയും അവൻ വിശക്കുന്ന വയറും എന്തിനേറെ അവൻ ഒന്നുമില്ലാത്തവനായി നിലകൊള്ളുന്ന പത്രോസ് യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് വിധേയപ്പെടുകയാണ്. സർവശക്തനായ കർത്താവിന്റെ വാക്കുകൾക്ക് വിധേയപ്പെടുന്ന ഏതൊരു വ്യക്തിയും അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത് ഉറപ്പായ കാര്യം. എത്ര കഷ്ടനഷ്ട പ്രയാസങ്ങൾ നിന്നെ നേരിട്ടാലും, നീ എത്ര മാരകമായ മാനസിക പ്രയാസങ്ങളിൽ കൂടെ, ഡിപ്രഷനിൽ കൂടെ നീ കടന്നുപോയാലും, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു വലിയ ബന്ധം നിനക്കുണ്ടോ, ആ ബന്ധം അവൻ നിന്നെ ഉദ്ധരിക്കുവാനും വിടുവിപ്പാനും മതിയായവനാണ്. കപടതകളെ ഒഴിവാക്കി കളയണം. 4 കാര്യങ്ങൾ, 4 ചിന്തകൾ ഇതിനകത്ത് നിന്ന് പറഞ്ഞ് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ദൈവത്തിന് സ്തോത്രം, മുക്കുവന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ, കടൽ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് മുക്കുവന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വല്ലതുമുണ്ടോ? ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം രാപകല് കഠിനാധ്വാനം
ചെയ്യുന്ന തിരമാലയോട് മല്ലുപിടിക്കുന്ന, കടലിലെ കടൽ ജീവികളോട് മല്ലുപിടിക്കുന്ന മുക്കുവരായ ഈ പ്രിയ സഹോദരങ്ങൾക്ക് കടലിന്റെ എല്ലാ ചലനങ്ങളും അറിയാം. എന്നാൽ കടലിന്റെ എല്ലാ ചലനങ്ങളും മുക്കുവനറിയാമെങ്കിൽ കടലിൽ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച, കടലിലെ സർവ്വജീവജാലങ്ങളും തിമിംഗലം മുതൽ ദൈവത്തിനു സ്തോത്രം ലിവ്യതാൻ വരെ ഉള്ള ഭയങ്കരമായ ജീവികളെ സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവത്തിന് അതിൻ്റെ ശ്വാസോച്ഛ്വാസം വരെ അറിയാവുന്നവൻ, ആമേൻ, അതിൽ ഏതൊക്കെ ജീവികൾ ഉണ്ടെന്ന് അറിയാവുന്നവൻ, ദൈവത്തു വലിയ കപ്പലുകളെ മറിച്ചു കളയുവാൻ കഴിയുന്ന നിലയിലുള്ള വലിയ ജീവികൾ കടലിനകത്ത് ഉണ്ട്. കടലാന മുതൽ ദൈവത്തിനു സ്തോത്രം വലിയ വലിയ ജീവികളുണ്ട്. ദിവസവും പഠിപ്പിക്കുന്ന കാര്യം യോവിന്റെ പുസ്തകമൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോ കടലിന്റെ എല്ലാ ചലനങ്ങളും അറിയാവുന്ന മുക്കുവരോട് യേശു സംസാരിക്കുകയാണ്. നീ അറിയാത്ത കാര്യങ്ങൾ എനിക്ക് അറിയാം, അതുകൊണ്ട് പടക് നീക്കണം. സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് എന്റെ കുഞ്ഞ്, നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ പണം കൊണ്ടോ നീ മനസ്സിലാക്കിയിരിക്കുന്ന, ചിലർ പറയാറുണ്ട് ഞാൻ ഇത്ര രാജ്യങ്ങൾ പോയിട്ടുണ്ട്, അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ കൾച്ചറുകളും അവിടുത്തെ കാര്യാദികളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്ന ചേട്ടന്മാര് ഇതിനകത്ത് നമ്മുടെ മേഖലയിലുണ്ട്. സ്തോത്രം. കുഞ്ഞെ, നീ അറിയാത്ത ലോകം, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവിക പദ്ധതികൾ കർത്താവിൽ ഉണ്ടെന്ന് നീ മറന്നു പോകരുത്. അതുകൊണ്ട് മുക്കുവൻ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ദൈവത്തിന് തച്ചനായ കർത്താവായ യേശു ക്രിസ്തുവിനറിയാം. പടക് അല്പം മാറ്റിയേ മതിയാകുകയുള്ളൂ. നീ ഇതുവരെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയുവാൻ കഴിയുന്ന 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2-10 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്ന പരിശുദ്ധാത്മാവ് എന്നാ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ആഴങ്ങൾ അറിയുന്ന പരിശുദ്ധാത്മാവ്. ആഴങ്ങളിലെ ദൈവികമായ സത്യങ്ങൾ തിരിച്ചറിയുവാൻ, ആമേൻ, നിനക്ക് മനസ്സിലാകാത്ത, അറിയാത്ത, ആമേൻ, അഗോചരമായ കാര്യങ്ങൾ, മറയപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ഇതുവരെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ കഴിയാതെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതറിയുന്ന ഒരു ദൈവമുണ്ട്, അതറിയുന്ന രക്ഷകനായ ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് നീ പടക് നീക്കുക എന്നുള്ളതാണ് യേശു പറയുന്നത്. 2, ആഴത്തിലേക്ക് ഇറങ്ങി കഷ്ടപ്പെടാനുള്ള നല്ല മനസ്സ് ഉണ്ടാകണം. ആഴത്തിലേക്ക് ഇറങ്ങി കഷ്ടപ്പെടുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രാത്രി മുഴുവൻ നീ വല വീശി എന്നുള്ളത് സത്യമാണ്. ഇത് രാത്രി മുഴുവനും വല വീശി ആ ടൈമൊന്നും വേണ്ട. ഹല്ലേലൂയ. ഒറ്റ വീശു മതി, ഒറ്റ വീശ്. ഹല്ലേലൂയ. ഒരു വീശി ആ വല വലിച്ച് കരയ്ക്ക് കയറ്റാനുള്ള ബുദ്ധിമുട്ട്, ആമേൻ, ഒരു രാത്രി മുഴുവനും തന്റെ കഠിനാധ്വാനം ചെയ്തതായ സമയങ്ങളിൽ തനിക്കുണ്ടായ നഷ്ടം, തന്റെ ആരോഗ്യം, ഓരോ വല വലിച്ചു കയറ്റുമ്പോഴും അതിനകത്ത് നാളത്തെ ഉപജീവനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ, അതെല്ലാം അസ്തമിച്ചു പോയി. ഇന്നലെ രാത്രി, ആമേൻ, ഒരു കാളരാത്രിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇന്നലെ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്ന് നമ്മൾ പറയാറില്ലേ? ഇന്നലെ രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് മാനസികമായ ടെൻഷൻ ഞാൻ അനുഭവിച്ചെന്ന് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? ഇന്നലത്തെ രാത്രി നിനക്കൊരു മാനസിക ഡിപ്രഷൻ ഉണ്ടാക്കിയ രാത്രിയാണെങ്കിൽ, ആമീൻ, ഈ രാവിലെ സമയത്ത് നീ ആഴത്തിലേക്ക്, ആമീൻ, ഇറങ്ങണം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആഴത്തിലേക്ക് ഇറങ്ങി കഷ്ടപ്പെടുക. കുറച്ചും കൂടെ ആത്മീയ മുന്നേറ്റത്തിലേക്ക് നീങ്ങുക. കുറച്ചും കൂടെ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക. ഹല്ലേലൂയ. കുറച്ചും കൂടെ ആരാധിക്കാൻ വേണ്ടിയുള്ള സമർപ്പണത്തിലെത്തുക. കുറച്ചും കൂടെ ദൈവവുമായിട്ടൊന്ന് അടുത്തു വരാനുള്ള സമയം കണ്ടെത്തുക.
ഹല്ലേലൂയ. ദൈവപ്രവൃത്തി കാണുവാൻ കഴിയും. അപ്പോൾ ഒന്ന്, മുക്കുവൻ അറിഞ്ഞുകൂടാത്തത് തച്ചനറിയാം. 2, ആഴത്തിലിറങ്ങി കഷ്ടപ്പെടാൻ നീ തയ്യാറാകുക. 3, ദൈവ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു സമർപ്പണമുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഒരു നല്ല സമർപ്പണമുണ്ടാകണം. അതിനകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കണം. അതിനകത്ത് സഹിഷ്ണുത നിലനിർത്തണം. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് വിശ്വാസത്തെ നിലനിർത്തണം. ഇതെല്ലാം ആമേൻ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ക്രിസ്തുനാഥനിൽ നിന്ന് നേടിയെടുക്കുവാൻ, പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ വിധമായ കാര്യങ്ങൾ നിനക്കുണ്ടാകണം. നല്ല കഷ്ടപ്പെടാനുള്ള ആ സമർപ്പണമുണ്ടാകണം. ബുദ്ധിമുട്ടുകൾ സഹിപ്പാനുള്ള സഹിഷ്ണുതകൾ ഉണ്ടാകണം. ആമേൻ നേടിയെടുക്കുവാനുള്ള വിശ്വാസം നിനക്കുണ്ടാകണം. ഹല്ലേലൂയ. കർത്താവ് അതിനായി സഹായിക്കട്ടെ. 3, കാര്യങ്ങൾ നേടുന്നതിനുള്ള സമർപ്പണം ഉണ്ടാകണം. 4, ഇതുവരെ ആമേൻ ഉണ്ടാകാത്ത അനുഭവങ്ങളിലേക്ക്, അത്ഭുതങ്ങളിലേക്ക് ദൈവം നിന്നെ നടത്തും. ഇതുവരെ നീ പ്രാപിച്ചെടുക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത ചില അത്ഭുത പ്രവർത്തികൾ നിന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ, നിന്റെ കുടുംബത്തിനകത്ത്, ആമേൻ താങ്കളുടെ സഭയ്ക്കകത്ത് എന്റെ ദൈവം ചെയ്തെടുക്കുവാൻ മതിയായവനാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് നമുക്ക് നീങ്ങുവാൻ കഴിയണം. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ ഈ തിരുവചനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് നൽകി തന്നു. 1, ആ മുക്കുവൻ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ തച്ചന് അറിയാം. 2, ആഴത്തിലേക്ക് ഇറങ്ങി കഷ്ടപ്പെടാൻ തയ്യാറാകുക. 3, കാര്യങ്ങൾ നേടുന്നതിന് നല്ല സമർപ്പണവും ആമേൻ ബുദ്ധിമുട്ട് സഹിക്കുകയും സഹിഷ്ണുതയുള്ളവരായി തിരികുകയും ചെയ്യാം. 4, ഇതുവരെ ഉണ്ടാകാത്ത ആമേൻ അനുഭവങ്ങളിൽ കൂടെ ദൈവം നിന്നെ നടത്തും. പ്രിയപ്പെട്ട പത്രോസിന്റെ ജീവിതത്തിൽ ആമേൻ ഇന്നേ നേരം ഇതുവരെയും അവന്റെ മുക്കുവ ജോലിയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. വല നിറച്ച് ആഴത്തിൽ നിന്ന് മത്സ്യത്തെ കിട്ടുവാനിടയായി. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നടത്തട്ടെ. നിങ്ങൾ അത്ഭുതകരമായ ദൈവിക പദ്ധതിയിൽ കൂടെ നടത്തപ്പെടുന്നവരായി മാറട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സന്ദേശം കേൾക്കുന്ന ആമേൻ എല്ലാവരുടെ പേരും ദൈവിക പദ്ധതിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവത്തെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു. ആമേൻ വേദനിക്കുന്നവരെ, ആമേൻ ദുഃഖിക്കുന്നവരെ, കരയുന്നവരെ ഒക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകട്ടെ, ശൂന്യതകൾ മാറട്ടെ, മാനസിക പ്രയാസങ്ങൾ മാറട്ടെ, രോഗസൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ താഴ്ത്തുന്നു, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.